നമസ്കാരം, വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് അപ്രോച്ച് പാലം പ്രവൃത്തി മെയ് ആദ്യവാരത്തിൽ ആരംഭിക്കും. തിരൂരിന്റെ മുഖച്ഛായ മാറ്റുന്ന പാലം പൂർത്തിയാകുന്നതോടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകും. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 2000-ൽ ആരംഭിച്ച തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് റോഡിൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന മുത്തൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് പാലം നിർമ്മാണ പ്രവൃത്തിക്കാണ് തുടക്കമാകുന്നത്. ബൈപ്പാസ് റോഡിൽ അപ്രോച്ച് പാലം ഉണ്ടാക്കാൻ 33 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 2023 ഏപ്രിൽ 6-നാണ് പണം അനുവദിച്ചതായി പ്രഖ്യാപനം വന്നത്. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നൽകി പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. ഈ റോഡിൽ 2ാം റീച്ചിൽ ഉൾപ്പെട്ട താനൂർ മണ്ഡലത്തിലെ ചെറിയമുണ്ടം പഞ്ചായത്തിൽ 14 കോടി രൂപ ചെലവിൽ കൊട്ടിലത്തറ പാലം നിർമ്മിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട്. മീശപ്പടി വരെ റോഡ് വീതി കൂട്ടി നവീകരിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ റോഡിനുള്ള സ്ഥലമേറ്റെടുക്കലും മറ്റും പൂർത്തിയായിട്ടുമുണ്ട്. തിരൂർ പൂങ്ങോട്ടുകുളം, താഴെപ്പാലം, സിറ്റി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ്, തലക്കടത്തൂർ, വൈലത്തൂർ അങ്ങാടിയിലെയും ഗതാഗത തിരക്കിന് വലിയ പരിഹാരമുണ്ടാകുന്നതാണ് പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് റോഡ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ചമ്രവട്ടം പാതയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് മലപ്പുറം ഭാഗത്തേക്ക് കടന്നുപോകാൻ വളരെ എളുപ്പമാകും. MLA കുറുക്കോളി മൊയ്തീൻ പ്രവൃത്തിക്ക് മുന്നോടിയായി വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. തിരൂർ പോലീസ് ലൈനിൽ തുടങ്ങി ഏഴൂർ PC പടിയിലേക്ക് എത്തിച്ചേർന്ന് കൊട്ടിലത്തറ പാലം വഴി ബംഗ്ലാംകുന്നിലേക്ക് എത്തിച്ചേരുന്ന പാലമാണിത്. തിരൂർ ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്കും കാടാമ്പുഴ ക്ഷേത്രം, മൂന്നാക്കൽ പള്ളി, പുതിയങ്ങാടി, ഹനുമാൻകാവ് തുടങ്ങിയ വിവിധ ആരാധനാലയങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴിയാണിത്. വെട്ടർ ന്യൂസ്, തിരൂർ.